കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല. മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട എന്ന് ഗണേഷ് കുമാർ തീരുമാനിച്ചത്. കുടുംബ പ്രശ്നമാണെന്ന് ഗണേഷ് മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. രാജിവെക്കേണ്ടെന്നാണ് CPM-ന്റെയും നിലപാട്. ഭാര്യ ബിന്ദു മേനോനുമായുള്ള പ്രശ്നം മന്ത്രിസഭാ യോഗത്തിന് മുമ്പേ ഗണേഷ് ഒത്തുതീർപ്പാക്കിയിരുന്നു. രാജിവെക്കുമെന്ന് കരുതി ആരും തന്റെ പുറകെ വരേണ്ടതില്ല. മോശമായിട്ടാണ് മാധ്യമങ്ങൾ പ്രവർത്തിച്ചത്. സ്നേഹം കൊണ്ടാണ് ഇന്റർവ്യൂ നൽകിയത്. ചോര കുടിക്കാൻ വന്നതുകൊണ്ടാണ് മാധ്യമങ്ങളോട് സംസാരിക്കാത്തതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. വിരോധിപ്പിക്കാനും വിദ്വേഷിപ്പിക്കാനും എൻ്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിതാ ഞാൻ മുറിച്ചു തരാം, കുടിച്ചോ. അല്ലാതെ വെറുതെ നടന്ന് എൻ്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോൾ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ചേ, അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഞാൻ 5 ദിവസം 6 ദിവസം കാലം ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രിക്ക് ഒരു വിലയില്ല. മന്ത്രിക്ക് ഒരു വിലയില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട. അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നും ഉണ്ടാകാത്തത്. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായിട്ട് സ്നേഹമായിട്ട് പെരുമാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നും കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങളിൽ ഞാൻ ഇൻ്റർവ്യൂ തന്നതും എൻ്റെ കഴിവുകളാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു. കുറേ നാളായിട്ട് ചോദിച്ചു തന്നു. പക്ഷെ തന്നതിൻ്റെ ഫലം എനിക്ക് തന്നു. സന്തോഷം. നന്ദി. സെയ്ഫ് സൈനുൽ ആബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, ഇന്നലെ കെ.ബി. ഗണേഷ് കുമാറിനെതിരെ അതിഗുരുതരമായ ആരോപണം ഉയർത്തിയത് മറ്റാരുമല്ല. അദ്ദേഹം പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കളുടെ പ്ലോട്ടൊന്നും ആയിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ്. അവരുടെ ശബ്ദം തന്നെയാണ് കേരളം ഒട്ടാകെ ഇന്നലെ കേട്ടത്. അപ്പോൾ അവർക്കുണ്ടായ ദുരനുഭവം, അവർക്കുണ്ടായ പ്രയാസം, അവർ പിങ്ക് പോലീസിനെ കാര്യം വിളിച്ചറിയിച്ചത്, തുടർന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ദുരനുഭവം, ഇതൊക്കെ അവർ തുറന്നു പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പേ ആ വിഷയം സെറ്റിൽ ചെയ്യാൻ ഗണേഷ് കുമാറിന് കഴിഞ്ഞു. സെറ്റിലായതുകൊണ്ട് രാജിയിലേക്ക് പോകേണ്ടതില്ല എന്ന് CPM തീരുമാനിച്ചു. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഈ രീതിയിലേക്ക് ഈ പിന്നിട്ട മണിക്കൂറുകൾക്കുള്ളിൽ മാറി മറിഞ്ഞത്? ഒരു 24 മണിക്കൂർ കൊണ്ടാണ് ഗണേഷ് മന്ത്രിസ്ഥാനം അദ്ദേഹം ഉറപ്പിച്ചു നിർത്തിയത്. അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം തെറിക്കുന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയ കാര്യങ്ങളായാലും അത് മാറിപ്പോയിരുന്നു. ഇന്നലെ രാവിലെ ഗണേഷ് മാധ്യമങ്ങളെ കണ്ട് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹം ചില വാചകങ്ങൾ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. 112ലേക്ക് വിളിക്കുന്നവർക്ക് വട്ടാണ് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തി. അത് ബിന്ദു മേനോനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അവരെ പ്രകോപിതയാക്കി. അതിന് പിന്നാലെയാണ് മാധ്യമങ്ങളോട് അവർ പ്രതികരിച്ചത്. ഗണേഷിനെ വീട്ടിലെത്തി കണ്ടിരുന്നു. കണ്ടപ്പോൾ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കൂടെ. അതിൻ്റെ ചിത്രങ്ങൾ എടുത്തപ്പോൾ ഫോൺ പിടിച്ചു വാങ്ങാൻ വേണ്ടി പേഴ്സണൽ സ്റ്റാഫുകൾ ശ്രമിച്ചു. താൻ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നിട്ടും സഹായമൊന്നും ലഭ്യമായില്ല എന്ന ഗുരുതരമായ ആരോപണം ഗണേഷ് കുമാറിനെതിരെ ഉന്നയിച്ചു ബിന്ദു മേനോൻ. അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി ഇന്നലെ രാത്രിയോടകം തന്നെ മാറിയിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത്, കഴിഞ്ഞല്ല ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് അന്ന് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം തെറിച്ചത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തത് കൊണ്ടാണ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന സൂചനയാണ് ഇന്നലെ രാത്രിയോടെ കൂടി പുറത്തു വന്നത്. അപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായ ഗണേഷ് കുമാർ ഭാര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ബിന്ദു മേനോന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ അവർ ഫോൺ എടുക്കുന്നില്ല. തുടർന്ന് സഹോദരിയുടെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറയുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗത്തിന് 9 മണിയോടുകൂടി അവിടുന്ന് ഇറങ്ങിയതിന് മുമ്പ് അദ്ദേഹം ബിന്ദുവിൻ്റെ ഫോണിൽ വിളിച്ച് ക്ഷമാപണം നടത്തി. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ബിന്ദു മേനോൻ വലിയ സന്തോഷത്തോടു കൂടിയാണ് പ്രതികരണം നടത്തിയത്. അവർ പറയുന്നത് താനും തൻ്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. ഒരു മാപ്പിന് വേണ്ടി താൻ കാത്തിരിക്കുകയായിരുന്നു. അത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. തനിക്ക് ഒരു പരാതിയുമില്ല. താൻ എവിടെയും പരാതിയും കൊടുക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഞങ്ങൾ പറഞ്ഞു തീർക്കും എന്ന് ബിന്ദു മേനോൻ പരസ്യമായി പറയുകയും ചെയ്തതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. പിന്നീടാണ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗണേഷ് കുമാർ കാണുന്നത്. അത് കുടുംബ പ്രശ്നത്തിനൊപ്പം മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. അത് വളർത്തി വലുതാക്കുന്നത് മാധ്യമങ്ങളാണ്, അല്ലാതെ ഒന്നുമില്ല പ്രശ്നത്തിൽ എന്ന കാര്യം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തോട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഫോട്ടോ ബിന്ദുവിൻ്റെ ഫോണിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഫോട്ടോ പുറത്തു വരില്ല എന്ന് ഉറപ്പ് നൽകി. അങ്ങനെയാണ് ഗണേഷ് കുമാർ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് CPM നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിച്ചേർന്നത്. അതിനൊപ്പം തന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു 5-6 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ്, ഉയർത്തിക്കാട്ടാൻ പോകുന്ന ഒന്നാണ് സ്ത്രീ സുരക്ഷ. ആ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഉയർത്തുമ്പോൾ അങ്ങനെ ഭാര്യയുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായ മന്ത്രി എങ്ങനെ മന്ത്രിസ്ഥാനത്തിരിക്കുമെന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യത
കാണുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ രാജിവെച്ചാൽ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. അതൊരു ഇപ്പോഴത്തെ പ്രചരണ വിഷയം പ്രതിപക്ഷം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് കരുതുന്ന ഇടതുമുന്നണി നേതൃത്വം കരുതുന്നുണ്ട്. ഇനി രാജിവെച്ചാൽ അതല്ലാകുന്നു അവസ്ഥ, തെരഞ്ഞെടുപ്പ് ഉടനീളം വലിയ ചർച്ചയായി മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാജി വേണ്ടതില്ല എന്ന രാഷ്ട്രീയ നിലപാടിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ഇനി എന്തായാലും രാജി എന്ന വലിയ സമ്മർദ്ദം അത് ഗണേശിൽ നിന്ന് മാറിയിരിക്കുന്നു. 3-4 ദിവസത്തിനുള്ളിൽ മറ്റേതെങ്കിലും തരത്തിൽ ആ പ്രശ്നം, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കാൻ ഗണേഷ് കുമാർ ശ്രമിക്കുന്നുമുണ്ട്. അതിനൊപ്പം തന്നെ ഈ 4 ദിവസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ എല്ലാം തിരക്കിലായി പോവും ഈ പ്രതിപക്ഷം സംഘടിപ്പിക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഗണേഷ് കുമാർ കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചത്. മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെട്ടു, പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഗണേഷ് കുമാർ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. സൈഫുദ്ദീൻ.